ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ 45ാമത്തെ സെഷനാണ്. ഈ ഒരു സെഷനിൽ നമ്മൾ അഡ്വർടൈസിങ് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് അഡ്വർടൈസിങ്. നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ നാനാ ഭാഗങ്ങളിലേക്കും ഒരുപാട് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ആവശ്യമായിട്ട് വരുന്നൊരു കാര്യമാണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്തരത്തിൽ നമ്മുടെ മാർക്കറ്റിങ്ങിൽ പ്രത്യേകിച്ചും അഡ്വർടൈസിങ്ങിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് രീതിയിലാണ് നമുക്ക് നിയമങ്ങൾ വരുന്നത്. ഒന്ന് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് ആയിട്ടും പിന്നെ ഇൻഡസ്ട്രി തന്നെ സെൽഫ് റെഗുലേഷനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ. അതിൽ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ നമുക്ക് നമ്മളുടെ ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ റെഗുലേറ്റ് ചെയ്യാനുള്ള റോള് ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഉണ്ട്. അതിന് തന്നെ നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് നിയമങ്ങൾ, അതിനുള്ള റെഗുലേഷൻസ്, കോഡ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നമ്മുടെ നിയമങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഗവൺമെൻറ് എനാക്ട് ചെയ്ത് അതനുസരിച്ചുള്ള പ്രൊവിഷൻസ് നമ്മുടെ അഡ്വർടൈസിങ്ങിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ഇന്ത്യയിൽ നടപ്പിലുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ നിയമങ്ങൾ നമുക്ക് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഹൊറിസോണ്ടലായിട്ട് എല്ലാ ഇൻഡസ്ട്രീസിനും ഒരേപോലെ പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങൾ ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് റെഗുലേറ്റ് ചെയ്യാനുള്ള നിയമങ്ങൾ. അതിൽ എല്ലാ ഇൻഡസ്ട്രീസും ഒരേപോലെ അപ്ലൈ ചെയ്യേണ്ട, ഒരേപോലെ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കേബിൾ ടി വി നെറ്റ്വർക്ക്സ് ആക്ട് 1995, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് 1950, പിന്നെ ഇൻഡീസെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ പ്രൊഹിബിഷൻ ആക്ട് 1986, കോമ്പറ്റീഷൻ ആക്ട് 2002, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988, ട്രേഡ് ആൻഡ് മെർക്കൻഡൈസ് മാർക്ക് ആക്ട് 1986. ഇതെല്ലാം എല്ലാ ഇൻഡസ്ട്രീസും ഒരേപോലെ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളാണ്. അതുപോലെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യുന്ന ലോസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി ആക്ട് 1956ൻ്റെ സെക്ഷൻ 58, പിന്നെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940, ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് 1954, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2005, പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ സ്കീംസ് ആക്ട് 1978, പ്രൈസ് കോമ്പറ്റീഷൻ ആക്ട് 1955, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് 1984. അതൊക്കെയാണ് നമ്മൾ സ്പെസിഫിക് ഇൻഡസ്ട്രീസിൽ ഫോളോ ചെയ്യുന്നത്. ഇനി ഇതിനുള്ള റെഗുലേറ്ററി അതോറിറ്റീസ്, ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് റെഗുലേറ്റ് ചെയ്യാനുള്ള പവറുള്ള അതോറിറ്റീസ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇവരാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ റെഗുലേറ്റ് ചെയ്യുന്ന പവറുള്ള അതോറിറ്റീസ്. ഇനി നമുക്ക് ഈ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട്സിനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് മനസ്സിലാക്കിയെടുക്കാം. അതിൽ നമുക്ക് എല്ലാ ഇൻഡസ്ട്രീസും ജനറലായിട്ട് ഫോളോ ചെയ്യുന്നൊരു ആക്റ്റാണ് കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക്സ് ആക്ട് 1995. ഇതിൽ എന്തൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ചില കോഡുകൾ പറയുന്നുണ്ട് ആ ആക്ടിൻ്റെ. അതിൽ ഫസ്റ്റ് കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേബിൾ സർവീസിലൂടെ ക്യാരി ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, അത് ഈ പറയുന്ന കൺട്രിയുടെ നിയമം അനുസരിച്ചിട്ട് നമ്മുടെ ധാർമ്മികതയെ വ്യതിചലിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റിലീജൻ അല്ലേ, നമ്മളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലോ ഒന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ കേബിൾ ടി വി സംപ്രേഷണങ്ങളിൽ യാതൊരു അഡ്വർടൈസ്മെൻറ്റ്സും ഈ പറയുന്ന പോലെ ഒരു കാസ്റ്റിനെയോ കളറിനെയോ നാഷണാലിറ്റീനെയോ അല്ലെങ്കിൽ ഒരു റേസിനെയോ ഒരു വിഭാഗത്തിനെയോ ഒന്നും കളിയാക്കുന്ന രീതിയിലുള്ളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷന് എതിരായിട്ടുള്ളതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ക്രൈം ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ, ഡിസോർഡേഴ്സ് ഫോം ചെയ്യുന്ന രീതിയിൽ, വയലൻസ് ഫോം ചെയ്യുന്ന രീതിയിൽ, അതുപോലെ തന്നെ നിയമങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ, അങ്ങനെയൊക്കെയുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ്സും ഈ പറയുന്ന ആക്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ക്രിമിനാലിറ്റി സ്വഭാവമുള്ള ഒന്നും തന്നെ
അഡ്വർടൈസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ നാഷണൽ എംപ്ലോയ്മെൻറ്റിനെ ചൂഷണം ചെയ്യുക, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗങ്ങൾ ചൂഷണം ചെയ്യുക, അതുപോലെ ഇന്ത്യൻ ലീഡേഴ്സ് അങ്ങനെയുള്ളവരുടെ പേഴ്സണാലിറ്റീനെ ചൂഷണം ചെയ്യുക, അങ്ങനത്തെ ഒന്നും അഡ്വർടൈസ്മെൻറ്റിൽ പാടില്ല. പിന്നെ സ്ത്രീകളുടെ ചിത്രീകരണം, അത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടിക്ക് എതിരാണ്, അതും അഡ്വർടൈസ്മെൻറ്റിൽ പാടില്ല. പിന്നെ നമ്മുടെ സോഷ്യൽ ഈവിൾസ് ആയിട്ടുള്ള ഡൗറി, ചൈൽഡ് മാരേജ്, ഇതൊന്നും ഒരിക്കലും എൻഹാൻസ് ചെയ്ത അഡ്വർടൈസ്മെൻറ്റ്സ് പാടില്ല. അതുപോലെ തന്നെ നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ്സിൽ ഈ പറയുന്ന റിലീജിയസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ നേച്ചറുള്ള ഒരു ഓബ്ജക്ട്സോ അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നും പാടില്ല. പിന്നെ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് അത് ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം, ഒരു ഡിഫക്ട്സും അതിൽ പാടില്ല, ഡെഫിഷ്യൻസി ഉണ്ടാവാൻ പാടില്ല കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചിട്ടുള്ള രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളുടെ സേഫ്റ്റീനെ ഹാനികരമാക്കുന്ന രീതിയിൽ, അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസസിന് വേണ്ടിയിട്ട് ബെഗ്ഗിങ്, അതുപോലെ ഇൻഡീസൻ്റ് ആയിട്ടുള്ള മാനറിലുള്ള കാര്യങ്ങൾ, ഇതൊന്നും അഡ്വർടൈസ്മെൻറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. ഇൻഡീസൻ്റ് ആയിട്ടുള്ളത്, വൾഗർ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഒഫൻസീവായിട്ടുള്ളത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു അഡ്വർടൈസ്മെൻറ്റ്സും നമുക്ക് ഈ പറയുന്ന കേബിൾ ടി വി ആക്ട് അനുസരിച്ച് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതല്ലെന്നാണ് പറയുന്നത്. ഇനി എല്ലാ ഇൻഡസ്ട്രീസും ഒരേപോലെ ഫോളോ ചെയ്യുന്ന ഒരു ആക്റ്റാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഈ പറയുന്ന ആക്ട് എല്ലാ അഡ്വർടൈസ്മെൻറ്റ്, എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഫോളോ ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിന് ഈ പറയുന്ന മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് വരുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാം. അതിനെയൊക്കെയാണ് നമ്മൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് 7 ക്ലാസസിലാണ്, 7 വിഭാഗത്തിലാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിനെ 6 സബ്സെക്ഷൻസിലായിട്ട് ഈ പറയുന്ന നിയമത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഓരോ ക്ലാസ്സും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ബിഹേവിയർ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കൺസ്യൂമറിന് ലീഗൽ റൈറ്റ്സ് ഉണ്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ബിസിനസ് ബിഹേവിയറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ 7 ക്ലാസ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിൽ വളരെയധികം ഇതായിട്ട് വരുന്നതാണ് മിസ്ലീഡിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അഡ്വർടൈസ്മെൻറ്റിൽ ഉണ്ടാവുന്ന മിസ്ലീഡിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓറലായിട്ട് പറയുകയോ റിട്ടൺ ഫോമിലോ നമുക്ക് വിസിബിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണെങ്കിൽ, അത് തെറ്റായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് ഏതൊരു കൺസ്യൂമറിനും എന്ത് ചെയ്യാം, അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാം. അപ്പോൾ ആ മിസ്ലീഡിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഗുഡ്സോ സർവീസോ അതിനൊരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡും ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഗ്രേഡ്, കോമ്പോസിഷൻ, സ്റ്റൈൽ ഓർ മോഡൽ ഉണ്ടെന്ന് പറയുക, പക്ഷേ യഥാർത്ഥത്തിൽ അതില്ലാതിരിക്കുക. അതുപോലെ റീബിൽഡ് ആയിട്ടുള്ളത്, സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ളത്, റിനോവേറ്റഡ് ആയിട്ടുള്ളത്, റീകണ്ടീഷൻ ചെയ്തത്, ഓൾഡ് ഗുഡ്സ് പുതിയതാണെന്ന് പറഞ്ഞ് നമ്മളെ ധരിപ്പിക്കുന്നത്. പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് അതിന് അപ്രൂവൽ ഉണ്ട്, സ്പോൺസർഷിപ്പ്, പെർഫോമൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ആക്സസറീസ് ആൻഡ് യൂസസ്, ബെനിഫിറ്റ്സ്, ഇതെല്ലാം വലിയ എക്സൈറ്റഡ് ആയിട്ട് എക്സാജറേറ്റ് ചെയ്ത് പറയാം, പക്ഷേ ആക്ച്വലി അതൊന്നും ഇല്ലാത്തത്. അതുപോലെ തന്നെ സെല്ലർ അല്ലെങ്കിൽ സപ്ലയർക്ക് അഫിലിയേഷൻ ഉണ്ട്, സ്പോൺസർഷിപ്പ് ഉണ്ട്, അപ്രൂവൽ ഉണ്ട് എന്നൊക്കെ പറയുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ ഇല്ലാത്തത്. അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇന്നൊരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നു എന്ന് പറയുന്നത് ആക്ച്വലി അങ്ങനെ ഒരു നീഡിനെ അത് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ മിസ്ലീഡിങ് സ്റ്റേറ്റ്മെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം, കംപ്ലയിൻറ്റ്സ് കൊടുക്കാം. അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈ പറയുന്ന വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടിയുടെ കവറേജ് ഉള്ളത്, അത് അങ്ങനെ വാറണ്ടി ഗ്യാരണ്ടി പ്രോമിസ് ചെയ്തിട്ടുള്ളത്, അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, റിപ്പയർ ചെയ്യാൻ, റീപ്ലേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ആ രീതിയിലൊന്നും സംഭവിക്കാത്തത്. ഓക്കെ, അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന നമ്മളുടെ ഈ ആക്ട് അനുവദിക്കുന്നില്ല. ഓക്കെ, പിന്നെ മിസ്ലീഡ് ചെയ്തിട്ടുള്ള ഈ പ്രൈസ്, ഓക്കെ, നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് ഓർഡിനറി ആയിട്ട് സെയിൽ ചെയ്യുന്നതിന് അപ്പുറത്തായിട്ടുള്ള പ്രൈസ്, മിസ്ലീഡ് ചെയ്തിട്ടുള്ള പ്രൈസ്, പിന്നെ അതുപോലെ മറ്റുള്ള ട്രേഡേഴ്സിൻ്റെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ, ഇതൊന്നും അനുവദിക്കുന്നതല്ല. സോ
ഇങ്ങനെയുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അഡ്വർടൈസ്മെൻറ്റിൽ വന്നാൽ അത് കൺസ്യൂമർ കോർട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നില്ല. പക്ഷേ കൺസ്യൂമർ കോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രീതിയിൽ 14 ആക്ഷൻസ് ഈ പറയുന്ന രീതിയിൽ ആക്ഷൻസ് സെക്ഷൻ 14 അനുസരിച്ച് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 സെക്ഷൻ 14 അനുസരിച്ച് ഈ പറയുന്ന ആക്ഷൻസ് അത് എടുക്കാറുണ്ട്. എന്ത് ആക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ മിസ്ലീഡ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സിനെ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുക, അവരുടെ ഓർഡർ സസ്പെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും ലോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാനികരമായിട്ടുള്ള ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ചൂഷണങ്ങളോ ഈ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് ഓർഡർ പുറപ്പെടുവിക്കുക. അതുപോലെ നമ്മുടെ ഈ മിസ്ലീഡ് ചെയ്തിട്ടുള്ള അഡ്വർടൈസറിനെ ശരിയായിട്ടുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുക. ഇനി നെക്സ്റ്റ് പറയുന്ന നിയമമാണ് എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് 1950. ഈ ഒരു നിയമപ്രകാരം നമ്മൾ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇംപ്രോപ്പറായിട്ടുള്ള യൂസേജ് തടയുകയാണ്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ നെയിം, എംബ്ലം, ഒഫീഷ്യൽ സീൽ ഓഫ് സർട്ടൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, നമ്മുടെ യുണൈറ്റഡ് നേഷൻസ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, യുനെസ്കോ, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ, ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ്, ഇതൊന്നും നമുക്ക് ഇംപ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ ദി നെയിം, എംബ്ലം, ഒഫീഷ്യൽ സീൽ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അത് നമുക്ക് ശരിക്കും ആധികാരികപരമല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഗവൺമെൻറ് ഓഫ് സ്റ്റേറ്റ്, പാർലമെൻറ്റ് ഓർ ലെജിസ്ലേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്, സുപ്രീം കോർട്ട്, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, അതുപോലെ വേരിയസ് ഓഫീസേഴ്സ്, ബിൽഡിങ്സ്, ഗവൺമെൻറ് ഓഫീസേഴ്സ്, ബിൽഡിങ്സ്, ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, നെയിം ആൻഡ് പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മെഡൽസ്, അവാർഡ്സ്, badges, decorations instituted by the government of India, അതുപോലെ any name which may be suggested or calculated to suggest the നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ ഈ രാഷ്ട്ര സംരക്ഷണാർത്ഥം അല്ലേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യവും ഈ പറയുന്ന പോലെ ഉപയോഗിക്കാനുള്ള അധികാരമില്ല നമുക്ക്. ഓക്കെ. പിന്നെ ഇൻഡീസൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് 1986. ഈ ഒരു ആക്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരിക്കലും ഒരു ഇൻഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്യാൻ പാടില്ല. അത് പബ്ലിഷ് ചെയ്യാനോ അത് എഴുത്ത് മുഖേനയോ പെയിൻറ്റിങ്ങിലൂടെ ഫിഗേഴ്സിലൂടെ ഒന്നും പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഡീസൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, ഏത് രീതിയിലും നമ്മൾ സ്ത്രീകളെ തെറ്റായിട്ടുള്ള രീതിയിൽ ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് പാടില്ല. അവരുടെ ശാരീരികമായിട്ടുള്ള ഭാഗങ്ങൾ വെച്ചുകൊണ്ടോ അല്ല അവരെ വെച്ചുകൊണ്ടോ ഇൻഡീസൻ്റായിട്ട് അവരെ നശിപ്പിക്കുന്ന രീതിയിൽ, അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതിയിൽ, നമ്മളുടെ ധാർമ്മികതയെ ഇല്ലാതാക്കുന്ന രീതിയിലൊന്നും പാടില്ലെന്നാണ് പറയുന്നത്. സോ ഒരു അഡ്വർടൈസ്മെൻറ്റും ഇത്തരത്തിലുള്ള ഇൻഡീസൻ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു വ്യക്തിക്കും അതുകൊണ്ട് അത് പബ്ലിഷ് ചെയ്യാനോ അത് പബ്ലിഷ് ചെയ്യാനുള്ള കാരണമാവാനോ അത് പബ്ലിഷ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനോ അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കാനൊന്നും കൂട്ടുനിൽക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ പാടില്ലെന്നാണ് നിയമം പറയുന്നത്.